വാർത്തകളിലേക്ക് വിശദമായി. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ജനുവരി 29 അവസാനിക്കും. അവസാന മണിക്കൂറുകളിലേക്ക് കടന്നതോടെ ഉപഭോക്താക്കൾക്കായി ആദായ വിൽപ്പന ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ 28ാമത് പതിപ്പിനാണ് 29-ന് അവസാനമാവുക. ഇതോടെ വെള്ളിയാഴ്ച ആരംഭിച്ച അവസാന വിൽപ്പന ഞായറാഴ്ച വരെ തുടരും. നഗരത്തിലുടനീളം 2000-ലധികം സ്റ്റോറുകളിൽ 500-ലധികം ബ്രാൻഡുകൾക്ക് വിലക്കുറവ് കിട്ടും. 3 ദിവസത്തെ DSF ഫൈനൽ മെഗാ സെയിലിന് ആയിരക്കണക്കിന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ 90% വരെ കിഴിവും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കിയിട്ടുണ്ട്. പതിവ് പോലെ ഇത്തവണയും നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ഒരുക്കിയിരുന്നു. 10 ലക്ഷം ദിർഹം, 1 കിലോ സ്വർണം, ഡൗൺ ടൗൺ ദുബായിൽ അപ്പാർട്ട്മെന്റ് തുടങ്ങി 4 കോടി ദിർഹം മൂല്യം വരുന്ന സമ്മാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയത്. സർക്കാരിന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശൈത്യകാലം എന്ന തലക്കെട്ടിൽ ടൂറിസം ക്യാമ്പയിനിലേക്ക് സന്ദർശകരെ ആകർഷിക്കാനും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലൊന്നാണ് DSF. ന്യൂസ് 18 ദുബായ്. UAE-യിൽ കാലാവസ്ഥാ വ്യതിയാനം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്ത് ചൊവ്വാഴ്ച മുതൽ മഴ പെയ്യുകയാണ്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ എല്ലാ എമിറേറ്റുകളിലും സാമാന്യം പരക്കെ മഴ ലഭിച്ചു. ശനിയാഴ്ചയും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അബുദാബി, ഷാർജ, ദുബായ് ഹത്ത, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ചയും സാമാന്യം ഭേദപ്പെട്ട മഴ തുടരുകയാണ്. താപനിലയും കുറഞ്ഞു. ശനിയാഴ്ചയും മഴ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ സ്കൂളുകളിൽ ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റി. ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റ്സുകളിലെ വിവിധ സ്കൂളുകളാണ് ഓൺലൈൻ പഠനത്തിലേക്ക് മാറിയത്. ദുബായിലെ വിവിധ സ്കൂളുകൾ നേരത്തെ പഠനം അവസാനിപ്പിച്ചു. വിവിധ കമ്പനികളും ഓൺലൈൻ ജോലി ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ദുബായിലെ അസയേൽ സ്ട്രീറ്റ്, അൽ മറാബയ്ക്കും കഹ്റാം സ്ട്രീറ്റിനുമിടയിൽ ഇരുവശങ്ങളും അടച്ചിടുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിരുന്നു. വാഹന ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച് ദുബായ് പോലീസ് ആപ്പിലും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദുബായിലെ ഗ്ലോബൽ വില്ലേജ് ബുധനാഴ്ച മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. രാത്രി നടത്താനിരുന്ന പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷയും ക്ഷേമവുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും ഗ്ലോബൽ വില്ലേജ് പ്രസ്താവനയിൽ അറിയിച്ചു. ദുബായ് ഉൾപ്പെടെയുള്ള എമിറേറ്റ്സുകളിൽ ഭക്ഷണത്തിന്റെ ഡെലിവറിയും മഴ പശ്ചാത്തലത്തിൽ ചില ഫുഡ് ഡെലിവറി കമ്പനികൾ നിർത്തിവെച്ചിരുന്നു. ജീവനക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വിവിധ കമ്പനികൾ വ്യക്തമാക്കി. മഴയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ദുബായ്. UAE-യിൽ അധിക സമയം ജോലി ചെയ്യാൻ തൊഴിലാളികളോട് തൊഴിലുടമയ്ക്ക് ആവശ്യപ്പെടാമെന്ന് തൊഴിൽ മന്ത്രാലയം. എന്നാൽ ദിവസത്തിൽ 2 മണിക്കൂറിലധികം അധിക സമയ ജോലി നൽകരുത്. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നഷ്ടം തടയുന്നതിനോ ലഘൂകരിക്കുന്നതിനോ അധിക സമയ ജോലി ആവശ്യമെങ്കിൽ ആവാം. അപ്പോഴും 3 ആഴ്ച മൊത്തം ജോലി സമയം 144 മണിക്കൂറിൽ കൂടരുതെന്നും നിർദ്ദേശം വ്യക്തമാക്കുന്നു. രാജ്യത്തെ തൊഴിൽ നിയമപ്രകാരം ഒരു ദിവസം 8 മണിക്കൂറാണ് ജോലി സമയം. ആഴ്ചയിൽ 48 മണിക്കൂറും. 2 ദിവസം വാരാന്ത്യ അവധിയുള്ള സ്ഥാപനങ്ങളിൽ ദിവസേന 9 മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ടി വരും. 1 മണിക്കൂർ ഇടവേളയില്ലാതെ 5 മണിക്കൂർ അടുപ്പിച്ച് ജോലി ചെയ്യിക്കരുതെന്നും തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. UAE ദിർഹം 22 രൂപ 18 പൈസ, സൗദി റിയാൽ 21 രൂപ 70 പൈസ, കുവൈറ്റ് ദിനാർ 266 രൂപ 86 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 38 പൈസ, ഒമാനി റിയാൽ 211 രൂപ 59 പൈസ, ബഹ്റൈനി ദിനാർ 216 രൂപ 9 പൈസ. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ നഷ്ടം. ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. സെൻസെക്സ് 59,500-നും നിഫ്റ്റി 17,700-നും താഴെയായി. ഒക്ടോബർ 27-ന് ശേഷം ആദ്യമായാണ് നിഫ്റ്റി ഇത്രയേറെ താഴെയെത്തുന്നത്. ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ ഓഹരി വിപണിയെ പിടിച്ചുലയ്ക്കുന്നു. അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഓഹരികളാണ് നഷ്ടത്തിലായത്. അദാനി ഗ്രൂപ്പിന്റെ കമ്പനി അക്കൗണ്ടിലും കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിലും ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നാണ് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട്. കമ്പനിയുടെ കടസ്ഥിതിയും ഭരണപ്രശ്നങ്ങളും വിളിച്ചറിയിക്കുന്ന റിപ്പോർട്ട് ഓഹരി വിപണിയെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. വിൽപ്പന സമ്മർദ്ദം ബാങ്കിംഗ് സ്റ്റോക്കുകളെയും ബാധിച്ചു. ICIC ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയവയുടെ ഓഹരികളും ഇടിഞ്ഞു. അദാനി ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത 7 കമ്പനികളുടെ മൂല്യം ഊതിപ്പെരുപ്പിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. ഹിൻഡൻബർഗിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് US-ലെയും ഇന്ത്യയിലെയും നിയമവിദഗ്ധരുമായി ആലോചന നടത്തിവരികയാണെന്ന് അദാനി ഗ്രൂപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിയമ നടപടികളെ സ്വാഗതം ചെയ്ത അമേരിക്കൻ നിക്ഷേപക ഗവേഷണ ഏജൻസിയായ ഹിൻഡൻബർഗ് റിസർച്ച് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും വ്യക്തമാക്കി.
വിവാദം തുടരുന്ന സാഹചര്യത്തിൽ വിപണിയിൽ ഇനിയും ഇടിവ് പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഓട്ടോമൊബൈൽ മേഖലയിൽ മുന്നേറ്റം പ്രകടമായി. ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, സിപ്ല, SBI ലൈഫ് തുടങ്ങിയ ഓഹരികളാണ് നേട്ടത്തിലായത്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. ഡോളറിനെതിരെ പാക് രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഒരു ഡോളറിന് 255 രൂപയാണ് നിലവിലെ മൂല്യം. ഇന്നലെ മാത്രം 24 രൂപയാണ് ഇടിഞ്ഞത്. രാജ്യത്തിന്റെ പല ഭാഗത്തും ധാന്യപ്പൊടിക്ക് 3000 രൂപയോളം ഉയർന്നിരുന്നു. കഴിഞ്ഞ 24 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പാക് സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് ഉയർത്തിയിരുന്നു. KPCC ട്രഷറർ പ്രതാപചന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ KPCCയിൽ ചുമതല മാറ്റം. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി GS ബാബുവിനെ ഓഫീസ് ചുമതലകളിൽ നിന്ന് മാറ്റി. TU രാധാകൃഷ്ണനാകും പകരം ചുമതല. KPCC അധ്യക്ഷൻ K സുധാകരനാണ് തീരുമാനമെടുത്തത്. പ്രതാപചന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് മകൻ പ്രജിത്ത് നൽകിയ പരാതിയിൽ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് KPCCയിലെ തിരക്കിട്ട നടപടി. ഡോക്ടർ T സരിനെ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാനാക്കാൻ ധാരണ. അനിൽ ആന്റണി രാജിവെച്ച ഒഴിവിലാണ് സരിന്റെ പേര് പരിഗണിക്കുന്നത്. 2 ദിവസത്തിനകം അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് KPCC നേതൃത്വം അറിയിച്ചു. വിവാദമായ സഭാ ഭൂമി ഇടപാട് കേസിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ജാമ്യമെടുത്തു. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കർദിനാൾ നേരിട്ട് ഹാജരായാണ് ജാമ്യമെടുത്തത്. ഇന്നുച്ചയ്ക്ക് ശേഷമാണ് അഭിഭാഷകനൊപ്പം കർദിനാൾ കോടതിയിലെത്തിയത്. സഭാഭൂമി ഇടപാട് കേസ് പരിഗണിക്കുമ്പോൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കർദിനാൾ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു ഇതുവരെ. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കർദിനാൾ ഹർജിയും നൽകിയിരുന്നു. കർദിനാൾ വിചാരണ നേരിടണമെന്ന എറണാകുളം സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി നേരത്തെ ശരിവെച്ചതാണ്. കേസിൽ 6 ഹർജികൾ ആലഞ്ചേരി നൽകിയിരുന്നു. ഇവയെല്ലാം ഹൈക്കോടതി തള്ളി. പിന്നെയും ഇളവിനായി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഇതുവരെയും അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല. കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കവെയാണ് കീഴ്ക്കോടതിയിൽ കർദിനാൾ നാടകീയമായി ഹാജരായത്. ഭൂമി ഇടപാട് ചോദ്യം ചെയ്ത് ജോഷി വർഗീസ് നൽകിയ കേസിലാണ് നടപടി. കേസിലെ മറ്റൊരു പ്രതിയായ എറണാകുളം അങ്കമാലി അതിരൂപത മുൻ പ്രൊക്കുറേറ്റർ ഫാദർ ജോഷി പുതുവ നേരത്തെ ജാമ്യമെടുത്തിരുന്നു. സഭയുടെ കീഴിലുണ്ടായിരുന്ന കരുണാലയം, ഭാരത് മാതാ കോളേജ് പരിസരങ്ങളിലെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് കർദിനാൾ ഹാജരായത്. കീഴ്ക്കോടതിയിൽ കേസുകൾ പരിഗണിക്കുമ്പോൾ കർദിനാൾ ഹാജരാകാതിരുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സഭയിലെ വിമതപക്ഷത്തിന്റെ പ്രധാന ആയുധമായ ഭൂമി വിവാദം കർദിനാൾ കോടതി കയറിയതോടെ ഒന്നുകൂടി ശക്തമാക്കും. ന്യൂസ് 18 കൊച്ചി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് കോൺഗ്രസ്. എന്നാൽ യാത്ര നാളെ പുനരാരംഭിക്കും. രാഹുലിന്റെയും ഒപ്പമുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാത്തതുകൊണ്ടായിരുന്നു മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. സുരക്ഷാ ചുമതലയിലുള്ള CRPF ഉദ്യോഗസ്ഥർ പിന്മാറിയ പശ്ചാത്തലത്തിലായിരുന്നു ഭാരത് ജോഡോ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥരെ പിൻവലിച്ചെന്ന വിവരം CRPF ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സുരക്ഷ നൽകുന്നുണ്ടെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്ന പരാതിയാണ് കോൺഗ്രസിനെ അറിയിച്ചതെന്നുമാണ് CRPFന്റെ വിശദീകരണം. സുരക്ഷ ഒരുക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമായിട്ട് കണ്ട് അപ്പൊ അവിടെ വെച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് നടക്കണം, പൂർണ്ണമായും നടക്കണമെന്ന് ആഗ്രഹമായിരുന്നു. ഇത് രാഹുൽ ഗാന്ധിയുടെ മാത്രം സുരക്ഷയുടെ പ്രശ്നമല്ല, 10,000 ഒന്നിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പാർട്ടി തലത്തിൽ ഈ കാര്യത്തിൽ വളരെ ആശങ്കാകുലരായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞു ഈ രീതിയിൽ നടക്കാൻ പറ്റില്ല എന്നും, അദ്ദേഹം നടക്കണം നിർബന്ധമുണ്ടായാലും പറ്റില്ല എന്നും. പക്ഷെ ഇത് വളരെ ഗൌരവതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അതുവരെ രാവിലെ റോപ്പ് പിടിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് എന്തുകൊണ്ട് മാറി? അവർ വിഡ്രോ ചെയ്തു, പിൻവലിഞ്ഞു. ഞങ്ങൾ ഇന്ന് വരെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. കശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറെ ഞാൻ തന്നെ നേരിട്ട് കണ്ട്, ഞങ്ങളുടെ PCC പ്രസിഡന്റിനോടൊപ്പം കണ്ട് ഇതിന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. ജമ്മു താഴ്വരയിൽ ഇതിന് എല്ലാവിധമായ സൗകര്യവും പോലീസ് ഒരുക്കിയിരുന്നു. ഇന്ന് കശ്മീർ താഴ്വരയിലോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് ഈ വ്യതിയാനം ഉണ്ടായി എന്നുള്ളത് അവർ ഉത്തരം പറഞ്ഞേ മതിയാവും. അറസ്റ്റിലായ മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാവ് മുഹമ്മദ് സാദിഖ് RSS പരിപാടികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയ ആളെന്ന് NIA. പരിപാടികളിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ അടക്കം വിശദാംശങ്ങൾ സാദിഖ് ശേഖരിച്ചു നൽകി. അതിനിടെ PFI നേതാക്കൾക്ക് പിന്തുണയുമായി SDPI രംഗത്തെത്തി.
പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം നടപടികൾ കടുപ്പിക്കുമ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. കൊല്ലത്ത് നിന്ന് അറസ്റ്റിലായ മുഹമ്മദ് സാദിഖ് RSS പരിപാടികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ PFI ചുമതലപ്പെടുത്തിയ ആളാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. പരിപാടികളിൽ പങ്കെടുക്കുന്ന അതിഥികളുടെ വിവരങ്ങളടക്കം ഇയാൾ PFI നേതൃത്വത്തിന് ശേഖരിച്ചു നൽകി. ഇതര മതസ്ഥരുടെ ഹിറ്റ് സ്ക്വാഡ് തയ്യാറാക്കുന്നതിന് വിവരങ്ങൾ ശേഖരിക്കുന്ന റിപ്പോർട്ടറായിട്ടാണ് മുഹമ്മദ് സാദിഖ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഓട്ടോ ഡ്രൈവറായിരുന്ന ഇയാൾ പഴക്കച്ചവടക്കാരനായിട്ടാണ് ജോലി നോക്കിയിരുന്നത്. ഇതിനിടയിൽ PFI നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം നിരവധി യാത്രകളും നടത്തി. മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വിവരങ്ങൾ ലഭിച്ചത്. ഇയാളുടെ വീട്ടിൽ നിന്ന് റെയ്ഡിനിടെ ലഭിച്ച ഡയറിയും നിർണായകമായി. PFI കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് സൂചന. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെയും ഈ കേസിൽ ഉൾപ്പെടുത്തിയേക്കും. മുഹമ്മദ് സാദിഖിനെ വീണ്ടും NIA കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനിടെ PFI നിരോധനത്തിന് ശേഷം ആദ്യമായി PFI നേതാക്കൾക്ക് പിന്തുണയുമായി SDPI രംഗത്തുവന്നു. ജപ്തിയുടെ പേരിൽ വഴിയാധാരമാകുന്നവരെ കണ്ടു ചിരിക്കാൻ അവസരം നൽകില്ലെന്ന് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി പറഞ്ഞു. സംവരണ സമര പ്രഖ്യാപന സമ്മേളനത്തിലാണ് ഫൈസിയുടെ വാക്കുകൾ. ഈ ജപ്തിയൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകര് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അവരുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഈ ജപ്തിയുടെ പേരിൽ ഒരാളും വഴിയാധാരമാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഹർത്താൽ നടക്കുന്നത്. PFI ഹർത്താൽ കേസിലെ വിധി വിവേചനപരമാണ്. വിവേചനമെന്ന് തോന്നുന്ന വിധി സർക്കാർ ചോദ്യം ചെയ്തില്ല. ആരോ കൊടുത്ത പട്ടിക പ്രകാരമാണ് ജപ്തി. ഒരു കൂട്ടരോട് മാത്രമാണ് ഈ സമീപനമെന്നും MK ഫൈസി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയമാണ് എതിർക്കപ്പെടേണ്ടതെന്ന് ആവർത്തിച്ച് KM ഷാജി. നിരോധനം പ്രായോഗികമല്ലെന്ന നിലപാടാണ് ലീഗിൻ്റേത്. നിരോധിക്കപ്പെട്ട സംഘടനകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്ന നാടാണിത്. PFIക്കാരുടെ മാതാപിതാക്കളുടെ സ്വത്തുവകകൾ വരെ കണ്ടുകെട്ടുന്നു. മാതാപിതാക്കൾ എന്തു പിഴച്ചെന്നും ഷാജി ചോദിച്ചു. ഇവിടെ ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനോട് SDPIയോട് വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് വിയോജിച്ചവരാണ്. എന്തുകൊണ്ടെന്നാൽ അവർ പ്രസരിപ്പിക്കുന്ന ഒരു തീവ്ര വികാരമുണ്ട്. ആ തീവ്ര വികാരം എന്താണെന്നറിയോ? മൈനോറിറ്റീസ് ഇവിടെ അവർക്കെതിരെ വലിയ അതിക്രമങ്ങൾ ഭരണകൂടം നടത്തും. ആരും സഹായിക്കാനുണ്ടാവില്ല. അവർക്ക് പ്രത്യേക നീതിയാണ്, അവരോട് പ്രത്യേക പെരുമാറ്റമാണ്. രാജ്യം ഭരിക്കുന്ന ഫാഷിസ്റ്റുകൾ, കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ, ഇവരൊക്കെയും അങ്ങനെ ചെയ്യും. ഭരണകൂടം, നീതിപീഠം പോലും ഇവരോട് മോശമായി പെരുമാറും എന്നാണ് SDPIയുടെയും തീവ്രവാദ സംഘടനകളുടെയും അടിസ്ഥാനപരമായ ആരോപണം. ആ ആരോപണങ്ങൾ നിങ്ങൾ അവരെ നിരോധിച്ചാൽ തീരില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ആ ആരോപണത്തിന് എതിർ നിൽക്കണം. ഞങ്ങൾ അഭിപ്രായം പറയുന്നവരല്ല. ജനാധിപത്യപരമായി നേരിട്ടുണ്ടാക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ രാജ്യത്തിലെ എല്ലാ മതവിശ്വാസികളും നിൽക്കണം. രാജ്യം എന്ന് പറയുന്ന പൊതു താല്പര്യത്തിന് മുകളിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. എന്നിട്ട് പോരാട്ടം നടത്തണം. ഇതിനിടെ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ വീണ്ടും SKSSF രംഗത്തെത്തി. രാജ്യത്തിൻ്റെ ഭരണഘടനയെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തിയും മതത്തെ മറയാക്കിയും നടത്തുന്ന വൈകാരികമായ പ്രവർത്തനങ്ങൾ രാജ്യ താൽപ്പര്യങ്ങൾക്കെതിരാണെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തലൂർ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മനുഷ്യ ജാലികയിലായിരുന്നു പ്രതികരണം. പാലക്കാട് മുടപ്പല്ലൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ ഡോക്ടർ എത്താൻ വൈകിയതിനെ ചൊല്ലി വാക്കേറ്റം. തർക്കത്തെ തുടർന്ന് 9 മാസം പ്രായമായ കുഞ്ഞിനെ ചികിത്സിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് പ്രതിഷേധത്തിന് കാരണമായി. എന്നാൽ മനഃപൂർവ്വം വൈകിയതല്ലെന്നും ഭക്ഷണം കഴിക്കാൻ പോയതാണെന്നും ഡോക്ടർ പ്രതികരിച്ചു. രോഗിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചുവെന്നാരോപിച്ച് ഡോക്ടർ പോലീസിൽ പരാതി നൽകി. ജനുവരി 25-ന് രാത്രി 10 മണിയോടെയാണ് കിഴക്കഞ്ചേരി സ്വദേശി പ്രതീഷ് 9 മാസം പ്രായമായ പെൺകുഞ്ഞിന് ശ്വാസം മുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് മൂടപ്പല്ലൂരിലെ MMC ക്ലിനിക്കിൽ എത്തിയത്. ഈ സമയം ഡോക്ടർ ക്ലിനിക്കിലുണ്ടായിരുന്നില്ല. ഉടൻ എത്തുമെന്ന് ക്ലിനിക്കിലെ ജീവനക്കാർ പറഞ്ഞു. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞാണ് ഡോക്ടർ നീരജ് എത്തിയത്. ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയതാണ് എന്ന് മറുപടി. എന്നാൽ ക്ലിനിക്കിലുള്ളവർ ഇക്കാര്യം അറിയിച്ചില്ല എന്നും പറഞ്ഞിരുന്നുവെങ്കിൽ വേറെ ആശുപത്രിയിൽ പോകുമായിരുന്നു എന്നും പ്രതീഷ് പ്രതികരിച്ചു. ഇതോടെ വാക്കേറ്റമായി. വാക്കേറ്റത്തിനൊടുവിൽ കുട്ടിയെ ചികിത്സിക്കാൻ സൗകര്യമില്ല എന്ന് ഡോക്ടർ നീരജ്.
എന്നാൽ മനഃപൂർവ്വം വൈകിയതല്ല എന്ന് ഡോക്ടർ പ്രതികരിച്ചു. ക്ലിനിക്കിലെ തിരക്ക് കാരണം ഭക്ഷണം കഴിക്കാൻ വൈകിയതാണെന്നും ഈ സമയത്താണ് രോഗി എത്തിയത് എന്നും ഡോക്ടർ പറഞ്ഞു. മടങ്ങിയെത്തിയപ്പോൾ രോഗിയുടെ ബന്ധുക്കൾ മോശമായി പെരുമാറിയെന്നും മർദ്ദിച്ചുവെന്നും ഡോക്ടർ ആരോപിച്ചു. സംഭവത്തിൽ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായും ഡോക്ടർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി സൂര്യനെല്ലിയിലെ ഏലത്തോട്ടത്തിൽ കാട്ടാന ഇറങ്ങി. പന്നിയാർ എസ്റ്റേറ്റിലാണ് 7 ആനകൾ നിലയുറപ്പിച്ചത്. ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുന്നതുവരെ റാപ്പിഡ് റെസ്പോൺസ് ടീം മേഖലയിൽ തുടരും. ഏതാനും നാളുകളായി മതികെട്ടാൻ ചോലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇന്ന് പുലർച്ചെ BL റാമിലും പന്നിയാർ എസ്റ്റേറ്റിലും ഉണ്ടായ ആക്രമണത്തിൽ വീടും കടയും തകർന്നിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. BL റാമിലെ ഏലത്തോട്ടത്തിലാണ് ആനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും വലിയ ശബ്ദമുണ്ടാക്കിയും ആഴികൂട്ടിയും ആനകളെ തുരത്താനാണ് ശ്രമം. രാത്രിയോടെ ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്താനാകുമെന്നാണ് പ്രതീക്ഷ. ആനകൾ ജനവാസ മേഖലയിൽ നിന്ന് മാറുന്നതുവരെ റാപ്പിഡ് റെസ്പോൺസ് ടീം മേഖലയിൽ തുടരും. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം പതിവായിരിക്കുകയാണ്. തോട്ടം മേഖലയിൽ മിക്കപ്പോഴും ആനകളുടെ സാന്നിധ്യമുള്ളതിനാൽ പല ദിവസങ്ങളിലും നാട്ടുകാർക്ക് തൊഴിൽ നഷ്ടമാകും. മേഖലയിൽ ഒട്ടേറെ പേരുടെ ജീവൻ കാട്ടാനയാക്രമണത്തിൽ പൊലിഞ്ഞിരുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും ഉണ്ടാകാറുണ്ട്. ആനശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് വനം വകുപ്പിന്റെ ഉറപ്പ്. അപകടകാരികളായ ആനകളെ മേഖലയിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. 31-ന് വനം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച നടത്തും. ന്യൂസ് 18 ഇടുക്കി. മാസങ്ങളോളം മൈസൂരുവിനെ വിറപ്പിച്ച പുലി ഒടുവിൽ പിടിയിലായി. ടി നസരിപുര താലൂക്കിൽ 11 വയസ്സുകാരനുൾപ്പെടെ 3 പേരെ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊന്ന പുലിയെ ഇന്നലെ രാത്രിയാണ് വനംവകുപ്പ് കെണിവെച്ചു പിടിച്ചത്. ന്യൂസിലാൻഡിനെതിരായ ആദ്യ 2020-ൽ ഇന്ത്യക്ക് 21 റൺസ് തോൽവി. 177 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 28 പന്തിൽ 50 റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറും 47 റൺസ് എടുത്ത സൂര്യകുമാർ യാദവും പൊരുതിയെങ്കിലും വിജയത്തിലെത്തിക്കാനായില്ല. കിവീസിനായി ബ്രൈസ്വെല്ലും സാറ്റ്നറും ലോക്കി ഫെർഗൂസനും 2 വീതം വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കിവീസിനായി ഓപ്പണർമാരായ ഫിൻ അലൻ 35-ഉം കോൺവേ 52-ഉം റൺസെടുത്ത് പുറത്തായി. 30 പന്തിൽ 59 റൺസെടുത്ത ഡാരിൽ മിച്ചൽ അവസാന ഓവറുകളിൽ കത്തിക്കയറി. ഇന്ത്യക്കായി വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റെടുത്തു.